ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രാജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കല്ല വെറൈറ്റി ടൈപ്പിൽ ഒന്ന് മുട്ട പൊരിച്ചെടുത്താലോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിവിടെ 2 തക്കാളിയും അതുപോലെ തന്നെ ഒരു സവാളയും കഴുകി വൃത്തിയായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടല്ലേ, ഒരു സ്മോൾ സൈസ് തക്കാളിയാട്ടോ, ഒരുപാട് വലിയ തക്കാളിയല്ല, നമുക്കിതിൻ്റെ ആവശ്യമുള്ളൂ. 2 തക്കാളിയും ഒരു മീഡിയം ടൈപ്പ് സവാളയും കൂടെ കഴുകി വൃത്തിയായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇത് കണ്ടോ, ഇതുപോലെ റൗണ്ടായിട്ട് നമുക്ക് ആ തക്കാളിയും സവാളയും എല്ലാം ഈ സെയിം രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. നമ്മളിവിടെ സവാളയും തക്കാളിയും എല്ലാം നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മളിവിടെ കുവൈറ്റിൽ കൂടുതലും ഈ ഒരു രീതിയിലാണ് മുട്ട പൊരിച്ചെടുക്കുന്നത് കേട്ടോ. കാരണം ഇങ്ങനെ പൊരിക്കുന്ന സമയത്ത് നമുക്ക് കുബൂസിൻ്റെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ പൊതുവേ പൊരിച്ചെടുക്കാറ്. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇനി നമുക്ക് എന്തായാലും 2 കറിവേപ്പിൻ്റെ തണ്ടൂടെ നമുക്ക് ആവശ്യമുണ്ട്, കറിവേപ്പില കേട്ടോ. ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്, 3 മുട്ട. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം അത് കുഴപ്പമില്ല, എത്ര വേണേലും ഇടാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഒരു പാന് അടുപ്പിൽ വെച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ എണ്ണ ആ പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആകത്തക്ക രീതിയിലൊന്ന് കറക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് എണ്ണ ചെറുതായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും അതുപോലെ തന്നെ തക്കാളിയും ആ പാനിലേക്കൊന്ന് നിരത്തിയിട്ട് കൊടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നിങ്ങളിങ്ങനെ ചെയ്യാനേ. അങ്ങനെ നമ്മൾ മൊത്തം നിരത്തിയിട്ടതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിൻ്റെ തണ്ടുണ്ടല്ലോ, അതുകൂടി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാവേ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടി കേട്ടോ. ഇനി നമുക്ക് അല്പം ഉപ്പുണ്ടല്ലോ, ആവശ്യത്തിന് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് ഇടല്, മുട്ടയുടെ മുകളിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ആ സവാളയ്ക്കും തക്കാളിക്കും പരുവത്തിന് വേണ്ടി മാത്രം ഇട്ട് കൊടുക്കാവുള്ളേ. ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. ഒരുപാട് എരിവുള്ള മുളക് പൊടിയല്ല, നോർമലായിട്ടുള്ള മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് അതിൻ്റെ മുകളിലേക്കൊന്ന് തൂളി കൊടുക്കാം. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു 1/4 ടേബിൾ സ്പൂൺ തന്നെ, 1/4 ടേബിൾ സ്പൂൺ അടുക്കുകയില്ല, മഞ്ഞൾപ്പൊടിയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ചിക്കൻ മസാലയോ അല്ലെന്നുണ്ടെങ്കിൽ ഗരം മസാലയോ എന്ത് മസാല നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിട്ട് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ഇപ്പോൾ ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ മസാല എല്ലാം കൂടി ഇട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു ടേസ്റ്റ് കിട്ടും. കുറച്ച് മാത്രമേ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് കുരുമുളക് ഞാൻ ചതച്ച് ഒരുപാട് പൊടിയാക്കിയതല്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതുകൂടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. കാരണം അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണമല്ലോ. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മുട്ട അതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. മുട്ട ഒഴിക്കുന്ന സമയത്ത് അതിൻ്റെ മഞ്ഞക്കുരു ഉണ്ടല്ലോ, അത് പൊട്ടിച്ചിടണമെന്നില്ല, ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. പക്ഷേ ഞാൻ ഒഴിച്ചു കൊടുത്ത സമയത്ത് ഒരു മുട്ട മാത്രമേ എനിക്ക് പൊട്ടാതെ കിട്ടിയുള്ളൂ, ബാക്കി 2 മുട്ടയും പൊട്ടിപ്പോയി. എന്നാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്നാലും ആ പൊട്ടാതെ കിട്ടുന്നതാണ് അതിൻ്റെ ഒരു നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അത് കണ്ടില്ലേ, ആ പാൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം. ഇനി നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ കുറച്ച് മസാലകൾ, അതായത് കുറച്ച് മുളക് പൊടി, അതുപോലെ തന്നെ കുരുമുളക് പൊടി, പിന്നെ ചിക്കൻ മസാല, ഇത് 3 ഞാൻ വീണ്ടും മുട്ടയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇപ്പോൾ ഞാൻ ഓൾറെഡി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇത് ചിക്കൻ മസാല. കുറച്ച് എമൗണ്ട് മതി കേട്ടോ, ഒരുപാട് വേണമെന്നില്ല. ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് കേട്ടോ. കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മുട്ട ഇനി നമ്മൾ തിരിച്ച് മറിച്ചിട്ടിട്ട് വേവിക്കുന്നൊന്നുമില്ല, ഇതുപോലെ തന്നെയാണ് നമ്മൾ മൂടി വെച്ചിട്ടാണ് വേവിക്കുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി, മുട്ട നമ്മൾ ഓൾറെഡി ഉപ്പ് മുന്നേ ഇട്ടതാണ്, അത് ഓർമ്മ വേണം. ഈ മുട്ടയ്ക്ക് ആവശ്യമായ ഉപ്പ് കൂടി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാ ഞാനിപ്പോൾ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്നൊന്ന് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇത് നമ്മൾ മറിച്ചിടുന്നൊന്നുമില്ല. ഇത് കണ്ടില്ലേ, അപ്പം നമുക്ക് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാവേ. ഇപ്പം ഏകദേശം 3-4 മിനിറ്റിന് ശേഷം ഇതാ നമ്മുടെ മുട്ടയൊക്കെ നല്ല സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സെറ്റായിട്ടിരിപ്പുണ്ട്. ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വെറൈറ്റി മുട്ട പൊരിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യൂ. നല്ല ടേസ്റ്റാണ്, എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. ഇതാ ജസ്റ്റ് ഞാൻ മുറിച്ചും കൂടെ കാണിക്കാം. ഇപ്പോൾ കുബൂസിൻ്റെയൊക്കെ കൂടെ കഴിക്കാനും പ്രവാസികൾക്കുമൊക്കെ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. കണ്ടില്ലേ, നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ നമുക്ക് കിട്ടും. കാരണം സവാളയും തക്കാളിയും എല്ലാം ഇടുന്നത് കൊണ്ട് തന്നെ നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ നമുക്ക് കിട്ടും. ഇതാണ് ആ പൊട്ടിപ്പോകാത്ത ആ മഞ്ഞക്കുരുവുള്ള കുഞ്ഞുള്ള മുട്ട. കണ്ടില്ലേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വരും വരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.